കഷ്ടങ്ങൾ വരുന്നത് കെട്ടുകളായിട്ടാണ് എന്ന് ഒരെബ്രായ പഴമൊഴിയുണ്ട്. സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട മകൻ ഒടുവിൽ പന്നിയെ മേയ്ക്കുന്ന ജോലിയിൽ പ്രവേശിക്കുകയാണ്. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിഷിദ്ധമായ മൃഗമാണ് പന്നി. പന്നിയെ തിറ്റുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ് യഹൂദ പ്രമാണം. പന്നിക്ക് കൊടുക്കുന്ന വാളവര പലസ്തീനിൽ സുലഭമായി കാണപ്പെടുന്ന ഒരു വൃക്ഷത്തിൻ്റെ കായാണ്. സാധാരണക്കാരൻ്റെ ഭക്ഷണമെന്നറിയപ്പെടുന്ന വാളവര പോലും ലഭിക്കാതെ അവൻ വിശപ്പ് കൊണ്ട് വലയാൻ തുടങ്ങി. ഇവൻ്റെ യജമാനന് ഇവനേക്കാൾ വലുത് പന്നിയാണ്. പന്നിയെ തടിപ്പിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് യജമാനന് ഈ കൂലിക്കാരൻ. പ്രിയരെ, ലോകവ്യാപകമായി എല്ലാ കാലത്തും ചൂഷണത്തിനു വിധേയരായിട്ടുള്ളവരാണ് തൊഴിലാളി വർഗം. ലോകത്തെവിടെയും ഉയർന്നു നിൽക്കുന്ന പല മഹാത്ഭുതങ്ങളുടെയും പിന്നിൽ പീഡനത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും ഒരു കറുത്ത കഥയുണ്ടാകും. ഇന്നും കടുത്ത ചൂഷണത്തിന് വിധേയരാകുന്ന തൊഴിലാളി സമൂഹങ്ങൾ പല രാജ്യങ്ങളിലുമുണ്ട്. വലിയ തുകകൾ ഏജന്റിന് നൽകി വലിയ പ്രതീക്ഷയോടെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യാനെത്തുന്ന പലരും ന്യായമായ വേതനമോ യോഗ്യമായ ജീവിത സാഹചര്യമോ ലഭിക്കാതെ നിരന്തരമായ ചൂഷണത്തിന് വിധേയരാകാറുണ്ട്. അതിഭീമമായ തുകകൾ കടം വാങ്ങി ഗൾഫിലേക്ക് വിമാനം കയറിയ പലരും കടം വീട്ടുവാനോ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുവാനോ കഴിയാതെ ജീവിതം അഗ്നിയിൽ ഹോമിച്ചവരാണ്. താഴെക്കിടയിലുള്ള ഇത്തരം ആളുകൾ മാത്രമല്ല, മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്ന വൈറ്റ് കോളർ ജോലിക്കാരും കഠിനമായ ജോലിഭാരം മൂലം പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവരാണ്. നമ്മെ ജോലിക്ക് നിർത്തുന്ന യജമാനന് നമ്മുടെ നന്മയേക്കാൾ തൻ്റെ സ്ഥാപനത്തിൻ്റെ വളർച്ചയാണ് ലക്ഷ്യം. യജമാനൻ്റെ കഴുകൻ കണ്ണുകൾ എപ്പോഴും അവൻ്റെ സമ്പത്തിൽ മാത്രമായിരിക്കും. എല്ലാ യജമാനന്മാരും അല്ലെങ്കിൽ കൂടെ. ഇളയ മകൻ കണ്ണിൽ ചോരയില്ലാത്ത ഒരു യജമാനൻ്റെ കീഴിലാണ് എത്തപ്പെട്ടത്. അവൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ കൂലിക്കാർ തിന്നു ശേഷിപ്പിക്കുന്നു. അതേ പ്രിയരെ, ഈ വാത്സല്യവാനായ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാർക്ക് പോലും ഒരു ശേഷിപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോട് ഹൃദ്യമായാണോ നിങ്ങൾ ഇടപെടാറുള്ളത്? അവർക്ക് ന്യായമായ കൂലിയും ഭക്ഷണവും ജീവിത സാഹചര്യവും നിങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ നീ ഈ പിതാവിനെ സേവിക്കുന്നവനല്ല, നീ ഒരു ദുരാഗ്രഹിയായ യജമാനനാണ്. ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ച കടുത്ത യാഥാർത്ഥ്യങ്ങൾ ഇളയ മകനെ സുബോധമുള്ളവനാക്കി തീർത്തു. ഇതുവരെ ചെയ്തതൊന്നും സുബോധത്തോടെ ആയിരുന്നില്ല എന്ന് വ്യക്തമാണ്. അപ്പനുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം സുബോധത്തോടെ എടുക്കുവാൻ ഒരു മകനും കഴിയുകയില്ലല്ലോ. അതേ പ്രിയരെ, ഈ ലോകം വഞ്ചന നിറഞ്ഞതാണ്. അത് നമ്മെ ചിരിച്ചു കാണിക്കും, മാടി വിളിക്കും, ഒടുവിൽ സർപ്പം പോലെ കൊത്തും. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും നിലനിൽക്കും. ആകയാൽ പോകല്ലേ ലോകസുഖത്തിൻ്റെ പിന്നാലെ. നോക്കുക ക്രൂശിലേക്ക്, നാഥൻ്റെ സ്നേഹത്തിലേക്ക് നോക്കുക. ഒരു നാളും പിരിയാത്ത സ്നേഹ സാന്നിധ്യത്തിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ പാഞ്ഞു ചെല്ലട്ടെ.